പല്ലശ്ശനയിൽ സ്ഥാപിച്ചിട്ടുള്ള സൂചനാ ബോർഡ് ചാറ്റൽ മഴയിൽ വീണു. പല്ലശ്ശന കല്ലമ്പറമ്പ് ഭാഗത്തെ KC പറമ്പ് റോഡ് എന്ന് എഴുതിവെച്ച സൂചനാ ബോർഡാണ് മഴയിൽ വീണത്. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഇത്തരത്തിൽ നിരവധി സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതെല്ലാം ഉറപ്പില്ലാത്ത അവസ്ഥയിലാണെന്നും ആവശ്യത്തിന് കുഴിയെടുക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. 3 അടി താത്തണം. 3 അടിയെങ്കിലും താത്തണം. ഇതിപ്പോ എത്ര അടിയുണ്ട് താത്തിയത്? ഇത് അരടിയുണ്ട്. അരടിയെ താത്തിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് വീണത് അല്ലേ? എല്ലാ വൈബ്രേഷനും ബാക്കിയുള്ള എല്ലാ സൂചനാ ബോർഡും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കംപ്ലീറ്റ് കാറ്റടിച്ച് വീഴുന്ന അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും. പല്ലശ്ശന പഞ്ചായത്തിലെ കല്ലമ്പറമ്പിലെ KC പറമ്പ് പോണ റോഡിന്റെ റോഡാണിത്. ആകെ 4 കിണറ്റിലെ കോൺക്രീറ്റ് പോലും ചെയ്തിട്ടില്ല. 4 കിണറ്റിൽ വെറുതെ വെച്ചിരിക്കുക. വെറും മട്ടി, മറ്റല്ല മണ്ണ്, വെറും മണ്ണാണ്. മട്ടി പോലും ഇല്ല, വെറും മണ്ണാണിത്. വെറും മണ്ണ് അത് ഇട്ട് വെച്ചിരിക്കുക. 1 മാസം പോലും ആയിട്ടില്ല, താഴെ വീണുപോയി. ഇങ്ങനെ ഇത് ശരിയല്ല. ചെറിയൊരു മഴ പെയ്തിട്ടേ ഉള്ളൂ അല്ലേ? ചെറിയൊരു മഴ, ഇന്നലെ ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കും അത് താഴോട്ട് പറഞ്ഞു പോകും. അത്രേ ഉള്ളൂ. കരുവില്ല, കോൺക്രീറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് വെറുതെ കാറ്റ് കൂട്ടാൻ വേണ്ടി വെക്കുക, അത്ര വെച്ചിട്ടുള്ളൂ. പ്രധാനപ്പെട്ട പോക്കറ്റ് റോഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും സ്ഥാപിച്ചിട്ടുള്ള സൂചനാ ബോർഡുകൾ വീഴുന്നത് വൻ അപകടമുണ്ടാകുമെന്നും കർഷക മോർച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗം A. ചെന്താമരാക്ഷൻ പറഞ്ഞു. പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചത് സ്വാഗതാർഹമാണ്. പക്ഷേ അത് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ല എന്നാണ് ഈ കല്ലമ്പറമ്പ് ഭാഗത്തെ സൂചനാ ബോർഡ് ഇന്നലത്തെ ചെറിയൊരു വേനൽ മഴയിൽ കുഴങ്ങി വീഴാൻ കാരണം. ഇത്തരത്തിൽ സൂചനാ ബോർഡുകൾ പ്രധാനപ്പെട്ട പോക്കറ്റ് റോഡുകളിലും അതുപോലെ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ അടുത്തുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുവഴി ചെറിയ കുട്ടികളും പ്രായമായവരും ഒക്കെ പോകുന്നതാണ്. ഈ ചെറിയ വേനൽ മഴയിൽ പോലും ഇത്തരത്തിൽ കുഴങ്ങി വീഴുകയാണെങ്കിൽ ഇതൊരു വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരായാലും ഭരണകർത്താക്കളായാലും എത്രയും പെട്ടെന്ന് ഇതിന് ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്.